ഇന്ത്യയുടെ കഥ പഠിക്കുന്ന സമയത്ത് നമ്മൾ അക്ബർ ചക്രവർത്തിയെക്കുറിച്ചും അശോക് ചക്രവർത്തിയെക്കുറിച്ചും അതുപോലെ ഒരുപാട് ചക്രവർത്തിമാരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും എന്താണെന്നൊരു ചക്രവർത്തി കഥ പറയുന്നത് എന്ന്. ഇന്ത്യ ഭരിച്ചിരുന്ന ഒരുപാട് ചക്രവർത്തിമാർക്കിടയിൽ അല്ലെങ്കിൽ ഒരുപാട് എംപറേഴ്സിനിടയിൽ റോഡ് ഭരിക്കാൻ ഒരു എംപറർ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സംസ്കൃത ഭാഷയിൽ എംപറർ അല്ലെങ്കിൽ ചക്രവർത്തി എന്നർത്ഥം വരുന്ന കുഷാക്ക് എന്ന് പറയുന്ന പേരിൽ സ്കോഡ എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിലേക്ക് അവരുടെ മറ്റൊരു പുതിയ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്കല്ല, വേൾഡ് പ്രീമിയർ, അതായത് ലോകത്തേക്ക് മുഴുവനും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു വാഹനത്തെ സ്കോഡ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് എംപറർ എന്നർത്ഥം വരുന്ന സ്കോഡ കുഷാക്കിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ചെറിയ ചെറിയ ഹിഡൻ ഫീച്ചറുകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് സ്കോഡ കുഷാക്കിൻ്റെ വേൾഡ് പ്രീമിയറിലാണ്. വേൾഡ് പ്രീമിയറിൽ വെച്ചിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കോഡ കുഷാക്ക് എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല മീഡിയ ഫ്രണ്ട്സും ഒരുപാട് ആളുകളും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെയാണ് നമ്മളും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സ്കോഡയുടെ കുഷാക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ സ്കോഡയുടെ വാഹനമാണ് എന്ന് എടുത്തു പറയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വാഹനത്തെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ബട്ടർഫ്ലൈ ഗ്രില്ല് അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കോഡയുടെ ആ ഒരു ലോഗോ യൂണിറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അടിപൊളിയായിട്ടുള്ളൊരു റെഡ് കളറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു കളറും കുഷാക്കിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളറാണെന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർഡാം യൂണിറ്റ് കാണാം, ഹണികോം ഗ്രില്ലിൻ്റെ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം. ആ ബ്ലാക്കഡ് ആയിട്ടുള്ള വാഹനത്തെ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാം. അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡാണ്, ഒരു എയർ വെന്റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിൽ ഇവിടെയാണ് ഫോഗ് ലാമ്പിനെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് LED ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അതിനകത്തൊരു L ഷേപ്പ്ഡായിട്ട് നമുക്കൊരു DRL യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ സാധാരണ നമ്മൾ ഹാലജൻ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബോഡി ക്യാരക്ടർ ലൈനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് പറയാം അല്ലേ, ഒരു SUV ലുക്ക് കൊടുക്കുന്ന തരത്തിൽ ക്യാരക്ടർ ലൈനുകളൊക്കെ നല്ല രൂപത്തിൽ ഏകോപിപ്പിച്ച് ധാരാളം ക്യാരക്ടർ ലൈനുകളുണ്ട്. ശരിക്കും നമ്മൾ സ്കോഡ വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു ലേസർ എഡ്ജ് പോലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ തന്മയത്വത്തോടു കൂടി ഏകോപിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. അതൊരു പ്രത്യേക ഹൈലൈറ്റ് തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്കൊരു മികച്ച SUV എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന തരത്തിലാണ് കുഷാക്കിനെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ബോൾഡായിട്ടുള്ളൊരു ഡിസൈനാണ്. മാത്രമല്ല ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത ഇന്ത്യൻ ഇൻസ്പയർഡ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല 2020 ഓട്ടോ എക്സ്പോയിൽ വിഷൻ ഇൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഈ ഒരു വാഹനത്തെ സ്കോഡ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കുഷാക്ക് എന്ന് പറയുന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളത്. MQB A0IN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ MQB എന്ന് പറയുന്ന ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അത് IN, അതായത് ഇന്ത്യൻ മെയ്ഡായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച സ്കോഡയുടെ ഒരു വാഹനമാണ് കുഷാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതൊരു വലിയ ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്. ഇനി ഇതാണ് സ്കോഡ കുഷാക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ നമുക്ക് ധാരാളം ക്യാരക്ടർ ലൈനുകൾ കാണാം. അതിൽ തന്നെ ക്യാരക്ടർ ലൈൻ എനിക്ക് ഹൈലൈറ്റായി തോന്നിയത് ഈ 2 ക്യാരക്ടർ ലൈനുകളുണ്ടോ, ഇത് രണ്ടും ബാക്കിലേക്ക് ഇങ്ങനെ ചെറുതായി വരുന്നത് നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈൻ. അതുപോലെ തന്നെ ഒരു 17 ഇഞ്ച് അലോയ് വീൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മനോഹരമായിട്ടുള്ളൊരു അലോയ് വീലാണ്. അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങും ഒരു SUV ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കോഡ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒരു പ്രത്യേക ഡിസൈൻ എലമെൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിറർ കാണാം. അതിനകത്ത് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുണ്ട്. താഴെ പാഡില്ലാകുമ്പോൾ ക്യാമറ യൂണിറ്റോ കൊടുത്തിട്ടില്ല. പില്ലറുകളൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4225 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. 1760 മില്ലിമീറ്റർ വിടുത്തും 1612 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഹൈറ്റും വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 188 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതായത് അത്യാവശ്യം ഇന്ത്യൻ റോഡുകൾക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. 2651 മില്ലിമീറ്റർ വീൽ ബേസും ഈ വാഹനത്തിനുണ്ട്. അതായത് കുറച്ചുകൂടി ലോങ്ങറാണ് ഈ വാഹനം എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. ഇതിൽ നിന്ന് കാണുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മികച്ച SUV ആണ് എന്ന് എടുത്തു കാണിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വാഹനമാണ് സ്കോഡ കുഷാക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസിൽ ഒരു ക്രോമിയം പ്ലേറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല രസകരമായിട്ട് തോന്നി. മുകളിൽ നമുക്ക് റൂഫ് റെയിലുകൾ കാണാം. ഒരു സൺറൂഫ് ഉണ്ട്. ആ ബ്ലാക്ക് ഭാഗം കാണുന്നത് സൺറൂഫാണ്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. അതുപോലെ തന്നെ റിയർ സ്പോയിലർ, അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്കോഡ കുഷാക്കിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്, അതായത് ബാക്ക് പ്രൊഫൈൽ. ഇവിടെ നമുക്കൊരു LED ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഒരു L ഷേപ്പ്ഡായിട്ട് LED ടൈൽ ലാമ്പ് യൂണിറ്റ് ആണെന്ന് പറയാം. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ DRL കണ്ടത് അത് നേരെ തല തിരിച്ചിട്ട പോലത്തെ ഒരു ഫീലിൽ ഒരു ബൂമറാങ് സ്റ്റൈലൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹാലജൻ ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ടർ കാണാം. ഇവിടെ നമുക്കൊരു ക്രോം ബാർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് നല്ല രസകരമായിട്ടുള്ളൊരു ടച്ച്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സെൻസറുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഹണികോം ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ കാണാം. സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം. അത് കുറച്ചുകൂടി ഒരു ഗ്രേ കളർ ടച്ചിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ പറഞ്ഞു. ഇവിടെ നമുക്ക് എക്സോസ്റ്റ് ഉണ്ട്, ഡ്യുവൽ എക്സോസ്റ്റ് ആണ് കേട്ടോ.
രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുഷാക്ക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. കുഷാക്ക് എന്ന് പറയുന്ന ബാഡ്ജിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കുഷാക്ക് എന്ന് പറയുന്ന പേരിനെ കുറിച്ച് പറയുന്ന സമയത്ത്, സ്കോഡയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാഹനങ്ങൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാമിക്ക്, കോഡിയാക്ക്, കരോക്ക് എല്ലതും കെയിൽ തുടങ്ങിയിട്ട് ക്യൂവിൽ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു എന്തുകൊണ്ടാണ് സ്കോഡയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു ടച്ചാണ്. സ്കോഡ എന്ന് പറയുന്നൊരു ബാഡ്ജ് കാണാം. ഈ എസിൻ്റെ മുകളിലത്തെ കുരിപ്പിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇവിടെ നമുക്ക് റിയർ സ്പോയിലർ കാണാം. അതുപോലെ തന്നെ അതിനകത്ത് ഹിമ്മോട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിയർ വൈപ്പറും ഡീഫോഗർ ലൈൻസും കാണാം. ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. ഈ റിവേഴ്സ് ക്യാമറ യൂണിറ്റ് ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. 368 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. പാർസൽ ട്രേ, ഇവിടെ നമുക്കൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ നമുക്ക് ലൈറ്റിൻ്റെ സൗകര്യത്തിനും വേണ്ടിയിട്ട് കാര്യങ്ങൾ വെക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പെയർ വീൽ കാണാം. കൊള്ളാം. ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണെന്ന് പറയാം. മാനുവലി ഓപ്പൺ ചെയ്ത് മാനുവലി ക്ലോസ് ചെയ്ത തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ടെയിൽ ഗേറ്റാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ബാക്കിൽ നിന്ന് കാണുന്ന സമയത്തും മോശമല്ലാത്തൊരു SUV ഡിസൈനിലേക്ക് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സ്കോഡയുടെ വാഹനമാണ് എന്ന് എവിടെയൊക്കെയോ നമ്മളോട് പറയുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻറ്റീരിയറിനെ കുറിച്ചാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് പ്രീമിയറിൽ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വാക്ക് അറൗണ്ടാണ്. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ധാരാളം തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡോർ അടച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വേറെ ആളൊന്ന് ഡോർ തുറക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി ഈ ഒരു സമയത്ത് പറയണം. ഇനി നമ്മൾ അകത്തേക്ക് പോവാണ്. ഇവിടെ നമുക്കൊരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാണാം. റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് സ്കോഡ കുഷാക്കിൻ്റെ ഇൻറ്റീരിയർ ഭാഗം വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരാം. അതിന് മുമ്പ് ഡോറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാണാം. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ, മിററിൻ്റെ കൺട്രോൾ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ്. ഈ ഡോർ ഹാൻഡിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരുന്ന ഈ ടെക്സ്ചർ ഉണ്ടോ, ഇത് നല്ല രസകരമായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. മാത്രമല്ല ഇത് ക്ലോസ് ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗത്തിനോട് മാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടച്ചാണ്. അതായത് ഒരു കണ്ടിന്യൂഷൻ നന്നായിട്ട് ഫീൽ ചെയ്യും. ഡുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഇവിടെ നമുക്കൊരു ഭാഗം കാണാം. ഇതൊക്കെ ഒരു ലെതർ ടച്ചാണ് വന്നുള്ളത്. അപ്പോൾ തന്നെ ഈ ഡോറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. റിഫ്ലക്ഷനോട് കൂടിയിട്ടുള്ള ഡോറാണെന്ന് പറയാം. വളരെ സിംപ്ലി ക്ലെവർ എന്ന് സ്കോഡ വിശേഷിപ്പിക്കുന്ന ആ ഒരു മെക്കാനിസത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഇവിടെ ഒരു റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ അവിടെ ലാമ്പാണ് കണ്ടിട്ടുള്ളത്. ആ സംഭവം സിംപ്ലി ലാഭിച്ചു എന്നർത്ഥം. വാട്ടർ ബോട്ടിൽ ഹോൾഡറും സ്റ്റോറേജ് സ്പേസും അത്യാവശ്യം വലിയൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡറാണ്. 1 ലിറ്റർ ബോട്ടിൽ കൊള്ളും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. നൈസ് ടച്ചാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഷാക്ക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഇതാണ് സീറ്റ് വരുന്നത്. ലെതർ സീറ്റാണ്. സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടോ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. വെൻറ്റിലേറ്റഡ് സീറ്റാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് വെൻറ്റിലേഷൻ സീറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളാണ്. അത് ഇലക്ട്രിക്കലി ആക്കിയിട്ടില്ല. അത് അതിൻ്റേതായ റീസൺ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്കോഡ കുഷാക്കിൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഈ സ്റ്റിയറിംഗ് വീലിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഇവിടെ എന്തോ കണ്ടിന്യൂഷൻ ഇല്ലാത്തൊരു ഫീൽ. ഇത് ശരിക്കും പറഞ്ഞാൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ 3ാമത്തെ സ്പോക്ക് ഇല്ല, പകരം ഒരു ഡിസൈനായിട്ട് ഒതുക്കിയിട്ടുണ്ട്. സ്കോഡയുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിനകത്ത് നമുക്ക് റോട്ടറി സ്വിച്ചുകൾ കാണാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ നമുക്ക് കണ്ടോ അഡ്ജസ്റ്റബിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കിത് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉണ്ടോ, ഒരു അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റലും കൂടി മിശ്രിതമാണ്. കാണുന്ന സമയത്ത് അതൊരു ഡിജിറ്റലാണ് എന്നുള്ളൊരു തോന്നലാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 പാഡിൽ ഷിഫ്റ്റേഴ്സ്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ DSG ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അതുകൊണ്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾ കാണാം. ഹെഡ്ലാമ്പിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ AC വെൻറ്റ് നോക്കൂ. ഒരു ക്രോം ടച്ചോട് കൂടി ഒരു പിയാനോ ബ്ലാക്കിൻ്റെ അകത്ത് മനോഹരമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു AC വെൻറ്റാണ്. ഈ AC വെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കോഡയിൽ നമ്മളങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു AC വെൻറ്റാണ് എന്ന് എനിക്ക് പറയാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കണ്ടിന്യൂഷൻ കണ്ടോ, അത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഭാഗം കണ്ടോ, കറക്റ്റ് ഇതിനോട് ക്ലോസ് ആവുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണെന്ന് പറയാം. അത് നല്ലൊരു ടച്ചാണ്. കാരണം ആ ഒരു കണ്ടിന്യൂഷൻ ഫീൽ നല്ല ഭംഗിയുണ്ട്. വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 10 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാണാം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതോടൊപ്പം തന്നെ സ്കോഡയുടെ മൈ സ്കോഡ കണക്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. 10 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹസാർഡ് ലാമ്പിൻ്റെയും അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ്റെയും ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ്റെയും തുടങ്ങിയിട്ടുള്ള ബട്ടണുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ACയുടെ കൺട്രോളാണ്. അതായത് ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ടച്ചാണ്. ഉണ്ടോ, ഫാൻ്റെ സ്പീഡ് കൂടി, ഫാൻ്റെ സ്പീഡ് കുറഞ്ഞു. അതൊരു നല്ല ടച്ചായിട്ടോ.
നല്ലൊരു ടച്ച്. അതുപോലെ ഇവിടെ എയർ കെയർ എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കാണാം. അതായത് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ എയർ പ്യൂരിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണെന്ന് ഞാൻ പറഞ്ഞു. കൊള്ളാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 C ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാം. USB അല്ല. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം 4 ഫോൺ ഒരുമിച്ച് ചാർജ് ചെയ്യാവുന്നത്. നാളെ മാത്രമല്ല ബാക്കിലുണ്ട്. അത് വരുന്ന സമയത്ത് ബാക്കിലത്തെ വിശേഷങ്ങൾ പറയാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ്, നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതോടൊപ്പം തന്നെ 7 സ്പീഡ് DSG ഗിയർ ബോക്സും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡറുകൾ കാണാം. ഇത് ആംബ്രസ്റ്റ്, ഈ ആംബ്രസ്റ്റ് അഡ്ജസ്റ്റബിൾ ആട്ടോ. അതുപോലെ തന്നെ താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഈ കപ്പ് ഹോൾഡറിൻ്റെ അകത്ത് ഈ സംഭവം കണ്ടോ, ആ കുനിപ്പുകൾ എന്താണെന്നുള്ളത് നമ്മൾ കാരോക്കിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു. അതായത് വാട്ടർ ബോട്ടിൽ തുറക്കാനുള്ള ഒരു സിമ്പിളി ക്ലെവർ എന്ന് പറയുന്ന സ്കോഡയുടെ ആ ഒരു മുദ്രാവാക്യത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ കുറച്ച് ഡോട്ടുകൾ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് വാട്ടർ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൊടുത്തതാണ്. അത് നമ്മൾ വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സീറ്റിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കണ്ടോ, ലെതർ ക്വാളിറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങുകളൊക്കെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഡാഷ് ബോർഡിൽ കൊടുത്ത ഈ ഒരു മെറ്റീരിയൽ നോക്കും, നമ്മൾക്ക് തൊടുന്ന സമയത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതൊരു പിയാനോ ബ്ലാക്ക് അല്ല, ശരിക്കും പറഞ്ഞാൽ വേറൊരു കളറാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്കോഡ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. AC വെന്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ കൊടുത്തുള്ള ഈ ഒരു ക്രോമിയം പ്ലേറ്റിംഗ് ഒക്കെ സൂപ്പറാണെന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ്, കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടിന്യൂഷൻ അത് തന്നെയാണ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. സാധാരണ കൊടുക്കുന്ന പോലെ ഒരു പിയാനോ ബ്ലാക്ക് മെറ്റീരിയൽ അല്ല, പക്ഷേ പിയാനോ ബ്ലാക്ക് മെറ്റീരിയലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ടും കൂടി മിക്സ്ഡ് ആണ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. അതുപോലെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ഫോൺ പോക്കറ്റും കാണാം. അതായത് നമുക്ക് ഫോണൊക്കെ വെക്കാൻ, അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും വെച്ച് തട്ടിപ്പോവാതിരിക്കാൻ വേണമെങ്കിൽ ഫോൺ നമുക്കിവിടെ കീപ്പ് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത റിയർ വ്യൂ മിറർ, റീഡിംഗ് ലാബിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ സൺറൂഫിൻ്റെ കൺട്രോൾ. ഈ വാഹനത്തിനകത്ത് നമുക്കൊരു സൺറൂഫ് ഉണ്ട്. പാനോറമിക് സൺറൂഫ് അല്ല, സാധാരണഗതിയിലുള്ള നമ്മുടെ നോർമൽ സൺറൂഫാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഫംഗ്ഷനിങ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നോക്കിയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്നുള്ളതും അറിയില്ല. 10 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഡാറ്റ, മ്യൂസിക്, നമുക്കൊരു 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. വോളിയം അപ്പ് ചെയ്യാനൊക്കെ ഇവിടെ ബട്ടണോ, സ്റ്റേഷനൊന്നും ഇല്ല തോന്നുന്നു. ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ് ഇത്. നമുക്കൊന്ന് റിവേഴ്സിലേക്ക് ഇട്ട് നോക്കാം. റിവേഴ്സ് ക്യാമറ. ഇപ്പം പുറത്തുള്ള വ്യൂ വളരെ ഡാർക്കാണ്, കാരണം കേട്ടോ ഇങ്ങനെ ഡാർക്ക് തീമിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് സ്കോഡ. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് നമുക്കൊരു ആംബിയൻ ലൈറ്റിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഒരു മൂഡ് ലൈറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിസ്റ്റത്തിൽ നമുക്കൊരു ആംബിയൻ ലൈറ്റിംഗ് കൂടി വരുന്നുണ്ട്. അതും ഒരു നൈസ് ടച്ചാണ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് സാധാരണ കീ ഇടുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ. ഇനി നമുക്ക് പോകാനുള്ളത് ബാക്ക് ഡോറിലേക്കാണ്. ബാക്ക് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡുവൽ ടോൺ ഭാഗം നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ആയിട്ടുള്ള വിൻഡോ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ്, ആ ഒരു മെറ്റീരിയൽ അത് കറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ചെറുതാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പിയാനോ ബ്ലാക്ക് അല്ല, പകരം ഒരു പ്ലാസ്റ്റിക് എലമെൻ്റാണ് കൊടുത്തുള്ളത്. ഇത് നമുക്ക് ലെതർ ഭാഗമാണ് വരുന്നത്. സ്റ്റോറേജ് സ്പേസും വാട്ടർ ബോട്ടിൽ ഹോൾഡറും ആ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗവും കാണാം. അതുപോലെ തന്നെ ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അതുപോലെ തന്നെ ആ ഡോറിൽ റിഫ്ലക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ടച്ചാട്ടോ, നൈസായിട്ടൊരു ടച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെതർ സീറ്റ് ഓപ്ഷൻസ് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇത് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേരിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാം. ശരിക്കും 4 പേരിൽ ഗ്യാപ്പ് വേണമെങ്കിൽ കുറച്ച് സീറ്റ് കുറച്ചുകൂടി ബാക്കിലേക്ക് വേണമെങ്കിൽ ഇട്ടാൽ 4 പേരിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു ഫോൺ പോക്കറ്റ്. ഇത് നല്ലൊരു ടച്ചാട്ടോ. അങ്ങനെ ചെറിയ സിംപ്ലി ക്ലവർ എന്ന് പറയുന്ന ടച്ചുകൾ ഈ സ്കോഡ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഫയൽ പോക്കറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ AC വെൻറ്റുകൾ കാണാം. താഴെ വന്നു കഴിഞ്ഞാൽ 2 ഫോൺ ചാർജിങ് പോർട്ട്, അതായത് C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റിനകത്ത് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ലെതറോട് കൂടി വന്നിട്ടുള്ള ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ 3 ഹെഡ് റെസ്റ്റുകളും നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ MQB പ്ലാറ്റ്ഫോമിൻ്റെ അകത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതിനാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ 6 എയർ ബാഗുകൾ, ഐസോഫിക് ചൈൽഡ് മൗണ്ട് സിസ്റ്റം, അതുപോലെ തന്നെ ABS EBD തുടങ്ങിയിട്ട് ആവശ്യമുള്ള ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനത്തിൻ്റെ ഹൃദയമാണ്, അതായത് എഞ്ചിൻ. അത് ഏതൊക്കെ മോഡലിലാണുള്ളത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സ്കോഡ കുഷാക്കിൻ്റെ ഹൃദയം വരുന്നത്, അതായത് എഞ്ചിൻ ഭാഗം. 2 എഞ്ചിൻ ഓപ്ഷനുകളാണ് നമുക്ക് ഈ വാഹനത്തിനകത്തുള്ളത്. അതായത് ഒരു 1 ലിറ്റർ എഞ്ചിനും ഒരു 1.5 ലിറ്റർ എഞ്ചിനും. 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കോഡ റാപ്പിഡിൽ കണ്ട എഞ്ചിൻ, അതുപോലെ തന്നെ 1.5 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരോക്കിൽ കണ്ട എഞ്ചിൻ. ആ 2 എഞ്ചിനുകളാണ് ഈ വാഹനത്തിനകത്ത് വന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 115 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന 175 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 1 ലിറ്റർ TSI എഞ്ചിൻ. അത് നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ അകത്തും അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിൻ്റെ അകത്തുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 150 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 1.5 ലിറ്റർ TSI എഞ്ചിൻ.
എഞ്ചിൻ. അത് നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ അകത്തും അതുപോലെ തന്നെ 7 സ്പീഡ് DSC ഗിയർ ബോക്സിനകത്തും വരുന്ന ഒരു എഞ്ചിൻ. ഈ 2 എഞ്ചിൻ ഓപ്ഷനുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. എഞ്ചിൻ്റെ പാക്കേജും കാര്യങ്ങളൊന്നും മോശമല്ല. അവിടെ ഒരു ഇൻസുലേഷൻ കൊടുക്കാമായിരുന്നു എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട്. അത് വരുമായിരിക്കും, കാരണം അതിൻ്റെ ഗ്യാപ്പ് അവിടെ ശരിക്കും അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോറൂമിലെത്തുന്ന വാഹനത്തിനകത്ത് മിക്കവാറും അതിനകത്ത് ഒരു ഇൻസുലേഷനും കാര്യങ്ങളും കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ സെറ്റപ്പ് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കൊള്ളാം. ഇനി എന്നാലും ഇതിൻ്റെ ഡ്രൈവ് വീഡിയോ ഇപ്പോൾ ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല, കാരണം ഇവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള സംഭവമില്ല. പിന്നീട് നമുക്കിതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധാരാളം മീഡിയ ഫ്രണ്ട്സ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഇൻട്രപ്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് സ്പീഡ് ഉണ്ടായിരിക്കും. സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൊത്തത്തിൽ 5 കളറുകളിലാണ് ഈ വാഹനം അവൈലബിൾ ആവുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ടൊർണാഡോ റെഡ് എന്ന് പറയുന്ന കളറാണ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കാണുന്നത് ഹണി ഓറഞ്ച് എന്ന് പറയുന്ന കളറുമാണ്. ഈ 2 കളറും കുഷാക്കിനകത്ത് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് എന്നാണെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് കൂടാതെ 3 കളർ കൂടി ഉണ്ട്. അപ്പോൾ മൊത്തം 5 കളർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്കോഡയുടെ ഏറ്റവും പുതിയ കുഷാക്ക് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. മറ്റൊരു അവസരത്തിൽ സ്കോഡ ഇതിന് എത്രയാണ് വില വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അവതരിപ്പിക്കും, അല്ലെങ്കിൽ പിന്നീട് പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.